ويدل على قوة زهده وشدة خوفه من الله تعالى. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സാഹിദാണ്, നല്ല സുഹൃത്തുള്ള മനുഷ്യനാണ്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പേടി കൊടുമയുള്ള ആളാണ്. പിന്നെ മഹാനവറുകൾ കാര്യമായിട്ടും ആഖിറം കൊണ്ടാണ് ജോലിയായത് എന്നതിന്റെ മേൽ അറിയിക്കുന്ന തെളിവ് ഒന്നാണ്. എന്താ ഒന്ന് റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താ റിപ്പോർട്ട്? അന്നഹു റവ സുഫിയാൻ ഇബ്നു ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസൻ, ഒരു ഹദീസിനെ ഫിർ റഖായിഖ്, റഖായിഖിലുള്ള ഹദീസാണ്. ആ റഖായിഖിലുള്ള ഹദീസ് അങ്ങ് റിപ്പോർട്ട് ചെയ്തപ്പോ ഷാഫിഈ, അങ്ങനെ ഇമാം ഷാഫിഈ തങ്ങൾ എന്തായി? ബോധരഹിതനായി വീണു. ഫഖീലഹു, അങ്ങനെ ബോധരഹിതനായി വീണ് കിടക്കുമെന്ന് കണ്ടവ ആരോ പറഞ്ഞു അത് മാത്ത, ഇമാം ഷാഫി തങ്ങൾ മരിച്ചു എന്ന് പറയപ്പെട്ടു. ഫഖാല, അപ്പോ സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞ മറുപടി എന്താണ്? ഇമാം ഷാഫി തങ്ങൾ മരിച്ചെങ്കിൽ ഫഖദ് മാത്ത അഫ്ളൽ സമാനിഹി, മഹാന്റെ കാലഘട്ടത്തിൽ ഉന്നതനായ ഒരാളാണ് ഇമാം ഷാഫി. മഹാൻ മരിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ബോധരഹിതനായി വീണു. അപ്പോ ആ ഹദീസ് എന്താണ്? റഖായിഖിലുള്ള ഹദീസാണ്. ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചിന്തയില്ല, ആഖിറത്തെ കുറിച്ച് ചിന്ത വന്നതുകൊണ്ടാണ് ആ ബോധരഹിതനായത്. മരിച്ചപ്പോ എന്തേ പറഞ്ഞത്? സുഫിയാൻ ഇബ്നു ഉയൈന അക്കാലഘട്ടത്തിലെ ഉന്നതനായ ഒരാൾ മരിച്ചു എന്നാണ്. അപ്പൊ ഉന്നതൻ, അത്രയും ശ്രേഷ്ഠമുള്ള ഒരാളായിരുന്നു മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു. ഇതൊരു ഹദീസ്. ഇനി മറ്റൊന്ന്, ഒമാറവ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ബൽവ, അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ബൽവ റിപ്പോർട്ട് ചെയ്തൊന്ന് കാണാം. ഖാല, അബ്ദുല്ല പറയുന്നു, കുൻതു അന വ ഉമർ ഇബ്നു നബാതത, ഞാനും ഉമർ ഇബ്നു നബാതയും ജുലൂസൻ ഇരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യാണ്, അള്ളാന്റെ ആബിദികളെ കുറിച്ചും സാഹിദികളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഫഖാലി ഉമർ, അങ്ങനെ ഉമർ എന്നവർ എന്നോട് പറയാണ്, അബ്ദുള്ള പറയാണ്, എന്നോട് പറഞ്ഞു, മാ റഅയ്തു അവറഅ വലാ അഫ്സഹ മിൻ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചർച്ചയിൽ എന്നോട് ഉമർന്നവർ പറയാണ്, ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഏറ്റവും നല്ല സൂക്ഷ്മശാലിയും നല്ല സംസാര വൈഭവമുള്ളവരും ഭക്തനും ആരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി തങ്ങളെ ഉള്ളു, വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഖറജ്തു അന വൽ ഹാരിസ് ബിനു ലബീദ് ഇല സ്വഫ, ഞങ്ങൾ മൂന്ന് പേരും കൂടി സ്വഫയിലേക്ക് എന്തായി പുറപ്പെട്ടു. കാരണം ഹാരിസ് എന്ന കൂടെ ഉണ്ടല്ലോ, അയാള് തിൽമീദുൽ സ്വാലിഹിൽ മുർരി, സാലിഹുൽ മുർരിയുടെ ശിഷ്യനാണ് ആര്? ഈ ഹാരിസ് എന്നവർ. അങ്ങനെ ഞങ്ങൾ സൊഫയിൽ ചെന്നിട്ട് ഇഫ്തതഹ യഖറഉ, ഈ പറയുന്ന ഹാരിസ് എന്നവർ ഓതാൻ തുടങ്ങി. മഹാനാണെങ്കിലോ വക്കാന ഹസൻ സൗത്ത്, നല്ല ശബ്ദമുള്ള ആളാണ്, നല്ല രസമുള്ള ശബ്ദമുള്ള ആളാണ്. മൂപ്പർ ഓത്തു തുടങ്ങിയപ്പോൾ ഖറഅഅതിലായത്ത്, ആ ഓതുന്നതിനിടയിൽ ഈ ആയത്ത് ഓതി, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും വയഅ്തദിറൂൻ എന്ന ആയത്ത് ഓതി. ഈ ആയത്ത് ഓതിയപ്പോൾ ഫറഅയ്തു ഷാഫിയ റഹിമഹുല്ലാഹു തആല, അപ്പോൾ ഞാൻ ഇമാം ഷാഫി തങ്ങളെ നോക്കി. വഖദ് തഗയ്യറ ലൗനുഹു, മഹാനവറുടെ കളറാകെ മാറിയിരിക്കുന്നു. വഖശഅറ ജിൽദുഹു, മഹാന്റെ തോലാകെ വിറകൊള്ളുകയാണ്. വൽതറബ ഇത്റാബൻ ഷദീദൻ, വളരെ ഗൗരവമായി തന്നെ പടച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖറ മാശിയൻ അലി, മഹാനവറുകൾ ബോധരഹിതനായി വീണു ഈ ആയത്ത് കേട്ടിട്ട്. അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ആയത്ത് കേട്ട് മഹാനവറുകൾ വീണു, ഭയങ്കര ചിന്തയായി. അപ്പൊ ഈ ആയത്തിലെന്താ? ഹാദാ യൗമു ലാ യൻതിഖൂൻ, ഇത് അവരാരും സംസാരിക്കാൻ ദിനമാണ്. ഒരാൾക്കും ഇവിടെ കാരണം ബോധിപ്പിക്കുവാൻ ഒരു അനുമതിയില്ല. അങ്ങനത്തെ ഒരു ദിനമാണ് അന്ത്യനാൾ. ഇതാണ് അതിന്റെ പരാമർശം. ഈ ആയത്തിന്റെ പരാമർശം ആശയം മനസ്സിലാക്കി മഹാനവറുകൾ ബോധരഹിതനായി വീണു, രോമാഞ്ചം കൊണ്ടു. അത് ഉഖ്റവിയ ചിന്തയാണ്, സുഹൃദിന്റെ അടയാളമാണ്, തഖ്വയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ് അറിയിച്ചത്.
ആ ഇമാമാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാം. ഈ ഇമാമിനെ നമുക്ക് എങ്ങനെ ഒരു ദുന്യവിയായ പണ്ഡിതനെ തള്ളാൻ പറ്റൂല. ഫലമ്മ ആഫാക്ക ബോധമൊക്കെ കഴിഞ്ഞ് തെളിഞ്ഞപ്പോൾ ജഅല യഖൂലു മഹാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അഊദു ബിക മിൻ മഖാമിൽ കാദിബീൻ വഇറാദിൽ ഗാഫിലീൻ അല്ലാഹുമ്മ ലക ഖലഅതു ഖുലൂബിൽ ആരിഫീൻ വദല്ലതു ലക റിഖാബുൽ മുസ്താഖീൻ ഇലാഹി ഹബിലി ജൂദക വജല്ലിൽനി ബിസിത്രിക വഅഫു അൻ തഖസീരി ബികറമി വജ്ഹിക. ഇതാണ് മഹാൻ പിന്നെ പറഞ്ഞത്. പഠിച്ചവന് കള്ളന്മാരുടെ സ്ഥാനമുണ്ടെന്നാണ് മത്സരം. ആ സ്ഥാനം നിന്നെ തൊട്ട് ഞാൻ ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു. അവിടെ എന്നെ പെടുത്തല്ലേ. അതുപോലെ അശ്രദ്ധവാന്മാരായി ദുന്യാവ് ജീവിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഏറാത്. ഈ അശ്രദ്ധവന്മാരുടെ തിരിഞ്ഞുകളെന്നെ തൊട്ടും നിന്നുടെ കാവൽ ചോദിക്കുന്നു. പഠിച്ചവന് നിനക്ക് ആരിഫികളായ നിന്നെ കുറിച്ച് മനസ്സിലാക്കിയ എല്ലാവിധ മനസ്സിലാക്കിയ ആളുടെ ഹൃദയം നിനക്ക് വഴിപ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. നിന്നിലേക്ക് ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ പെരടികൾ ഇതാ വില്ലത്തിലായിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഇലാഹെ, എനിക്ക് നിന്റെ ധർമ്മം നീ വാശാരമായി നൽകി, നിന്റെ മറ കൊണ്ട് നീ എന്നെ പൊതിയെ, എന്റെ വീഴ്ചയെ തൊട്ട് നീ മാപ്പ് കൊണ്ടാ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ മാന്യത കൊണ്ട് ഇങ്ങനെ വേർന്നു. പാല അമർന്നവര് പറയാണ് സുമ്മ മഷ വൻസറഫിന. അങ്ങനെ മഹാനവറുകൾ നടന്നു, ഞങ്ങൾ പിരിഞ്ഞും പോയി. പരമ ദഖൽത്തു ബഗ്ദാദ. പിന്നെ ഞാൻ ബാഗ്ദാദ് ചെന്നു. ആര്? ഉമർന്നവര് പറയാം. ഞാൻ ബാഗ്ദാദ് ചെന്നപ്പോ വക്കാന ഹുവ ബിൽ ഇറാഖ്. അന്ന് ഇമാം ഷാഫി തങ്ങൾ ഇറാഖിലുണ്ട്. ഫഖഅത്തു അല ശത്തി. ഞാനങ്ങനെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇരുന്നു. അതവല്ലൊരു സ്വലാത്തി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഒന്നുണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ആ തീരത്ത് ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മറബി റജുലും, ഒരാളിങ്ങനെ എന്നെ കൊണ്ട് നടന്നുപോയി. അപ്പൊ കാലലി, ആ നടന്നുപോയ ആ മഹാൻ എന്നോട് പറഞ്ഞു, യാ ഗുലാം ആയിസിൻ മുതുവാക്ക ആയിസൻ അല്ലാഹു ഇലൈക ഫിദ്ദുനിയ വൽ ആഖിറ. ഇതാ പറഞ്ഞത്, ഏ കുട്ടി, നിന്റെ ഒന്നു ശരിക്ക് നല്ലോണം മട്ടത്തിൽ ഒന്നുണ്ടാക്ക്, അള്ളാഹ് നിന്നിലേക്ക് ദുനിയാവിൽ ഇഹ്സാൻ ചെയ്യും എന്ന് പറഞ്ഞു. ഈ വാക്കങ്ങ് പറഞ്ഞപ്പോൾ ഫൽതഫ്തു, ഞാൻ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൻ അനബി റജരി യത്തബിയോ ജമാഅത്തുൻ. അപ്പൊ ഒരാളിങ്ങനെ പോണ്, മഹാന്റെ കൂടെ ഒരു സംഘമുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു സംഘം ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അസ്രാത്തു ഫി വുളൂഇ, ഞാൻ എന്റെ ഒന്ന് വേഗത്തിലുണ്ടാക്കി. അങ്ങനെ ഈ മഹാന്റെ ബേക്കിൽ ഞാൻ തുടർന്നു. ഫൽസഫ്ത ഇലയ്യ. അപ്പൊ എന്നെ കൊള്ളെ ആ മഹാൻ തിരിഞ്ഞു നോക്കി. നെടുപക്കാല മഹാൻ ചോദിക്കുകയാണ്, ഹല്ലക്കമിൻ ഹാജ, കുട്ടി നിനക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പപ്പുത്തു നാം എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഞാനും പറഞ്ഞു മറുപടി. എന്നിട്ട് ഞാൻ പറയാണ്, തഅല്ലിംനി മിമ്മ അല്ലമക്കല്ലാഹു ഷൈഅൻ, നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് വിജ്ഞാനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതിന് സ്വല്പം എനിക്കും പഠിപ്പിച്ചു തരീന്ന് പറഞ്ഞു. ഫഖാലലി, അപ്പോൾ ആ മഹാൻ എന്നോട് ഉപദേശിക്കുകയാണ്, ഇൽം, നീ അറിയണം കുട്ടി, അന്നമൻ സ്വദഖല്ലാഹ് നജാ, വല്ലവരുത്തരും അല്ലാഹു തആലയെ വാസ്തവമാക്കിയാൽ എന്ന് പറഞ്ഞാൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടിൽ സത്യവാനായി വളർന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അവൻ രക്ഷപ്പെട്ടു. അവൻ അസ്ബഖാല ദീനിഹി, അവന്റെ പരിശുദ്ധമായ ദീൻ, ആ ദീൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടി ആർക്കെങ്കിലുണ്ടെങ്കിൽ സലിമ മിനർ റദ, നാശത്തെ തൊട്ട് അവൻ രക്ഷപ്പെട്ടു. അപ്പൊ ദീൻ നശിക്കാൻ സൂക്ഷിച്ചാൽ അപകടം ഉണ്ടാവില്ല. ഒമൻ സഹദ ദുനിയാവിൽ എന്തായി, പിന്നെ അതിന്റെ എല്ലാ രസങ്ങളെ തൊട്ടും തിരിഞ്ഞു കളഞ്ഞ് ദുനിയാവിന് വെടിയും ജീവിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ കറത്ത് ഐനാഹു ബിമാ യറാഹു മിൻ സവാബില്ലാഹി തആല അദൻ, അതിന്റെ ഫലമായി നാളെ ആഖിറത്തിൽ അള്ളാഹു അവർ നൽകുന്ന പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം കണ്ടുകൊണ്ട് അവർ രണ്ട് കണ്ണ് കുടമയായി മാറും. അവല അസീദുക, ഇത് പറഞ്ഞിട്ട് പിന്നെയും മഹാൻ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു തരണോ എന്ന് ചോദിച്ചു. കാരണം വേണ്ടിടത്തോളം ഇതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കുൽത്തുനാം, ഇനിയും പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. കാല, അപ്പോൾ ആ മഹാൻ പറയുന്നു, മൻകാല ബി തലാഖു ഖിസാൽ, ഒരു 3 കാര്യം ഒരുവനുണ്ടായാൽ ഫഖദിസ്തഖബറൽ ഈമാനു, അവന്റെ ഈമാൻ പരിപൂർണമായി.
അപ്പൊ ഈമാൻ പരിപൂർണമാവാൻ 3 കാര്യം വേണം. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കണമൊക്കെ എന്താണ്? ഉഖ്റവിയായ വിജ്ഞാനമാണ്. ഒന്നെന്താണ്? മൻ അമറ ബിൽ മഅറൂഫി വഅതമറ, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നു, സ്വയം അനുസരിക്കുന്നു. ഇതാണ് ഒന്ന്. വനഹ അനിൽ മുങ്കരി വന്തഹ, തെറ്റായ കാര്യത്തെ തൊട്ടവൻ തടയുന്നു, അതവൻ വർജിക്കുന്നു. 3 വഹാഫള അലാ ഹുദൂദില്ലാഹി തആല, അല്ലാഹു തആല നിശ്ചയിച്ചതായിരിക്കുന്ന അതിരു വരമ്പുകളുണ്ട്, ആ വരമ്പുകളെ വേണ്ടതുപോലെ സൂക്ഷിക്കുന്നവൻ. ഇങ്ങനെ ചെയ്താൽ അവൻ എന്താണ്? ഈ 3 കാര്യം അവനിൽ ഉണ്ടെങ്കിൽ അവൻ പരിപൂർണ മോമിനായി എന്നൊരു ഉപദേശം കൂടുതൽ എനിക്ക് തന്നു. വീണ്ടും മകാൻ ചോദിക്കുകയാണ്, അല അജീദുക്ക, കുട്ടി നിനക്ക് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. കൊൽത്തു ബല, അതെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഉൾവളർന്നവർ ഇതിന് പറ്റിയ ആളാണെന്ന് ഇമാം ഷാഫി തങ്ങൾക്ക് അതറിയാം. അപ്പൊ ആവശ്യത്തിന് ഇങ്ങനെ കൊടുക്കുകയാണ്. മൂപ്പര് ആവശ്യപ്പെടുന്നു, അതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ കാല, അപ്പോ ഈ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ്, കും വിദ്ദുനിയ സാഹിദൻ, ഈ പ്രപഞ്ചത്തിൽ നീ എന്താവണമെന്ന് അറിയാമോ? ദുനിയാവിൽ വളരെ സാഹിദായി ജീവിച്ചോ, ഒന്നുമില്ലാത്ത രൂപത്തിൽ. ഒബിൽ ആഖിറത്തി റാഹിബ, ആഖിറത്തിൽ നല്ല ആഗ്രഹിച്ചുകൊണ്ട് നീ ജീവിച്ചോ. വസ്തുഖുല്ലാഹ്, അല്ലാഹു തആലയെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നീ എന്താണ് വിശ്വസിച്ചോ. ഫി ജമീഇ ഉമൂരിക, നിന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യ പരസ്യമായി നീ അല്ലാഹു തആല ശരിക്ക് സത്യമായി തന്നെ സ്വീകരിച്ച് ജീവിക്കണം. എന്നാൽ തഞ്ചു മിനൽ, നീ രക്ഷപ്പെട്ട ആൾക്കാരുടെ കൂടെ രക്ഷയുള്ളവരായി മാറും. ഇത്രയും ഉപദേശങ്ങൾ ഉഖ്റവിയായ ഒരു പണ്ഡിതന്റെ ഉപദേശമാണ്. അപ്പൊ ഇമാം ഷാഫി തങ്ങൾ വെറും ഫഖീഹല്ല, ഉഖ്റവിയ പണ്ഡിതനും കൂടിയാണ്. സുമ്മമത, ഇത് പറഞ്ഞു മൂപ്പര് പോയി. ഇതാരാന്ന് എനിക്കറിയൂല. ഫസഅൽതു മൻ ഹാദാ, അപ്പൊ ഞാൻ ചോദിച്ചറിഞ്ഞു ആരാണ് ഈ മഹാൻ. അപ്പോൾ ഫഖാലു, അവരെല്ലാവരും പറഞ്ഞു ഹുവ ഷാഫി, ഇതാണ് മോനെ ഇമാം ഷാഫി എന്ന് പറയുന്ന ആള്. നിങ്ങൾ നോക്കൂ മഹാനവറുകൾ. അങ്ങനെ ഫളൂർ ഇലാ സുഖൂത്തിഹി മഅശിയൻ അലൈഹി, ഒന്ന് നോക്കാം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങള് മഹാനവറുകള് ബോധരഹിതനായി വീണത്, സുമ്മയില വഅൽഹി, പിന്നെ മഹാൻ ഉപദേശം, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മഹാനവറുകൾ ഉഖ്റവിയ പണ്ഡിതനല്ലേ. കൈഫ യദുല്ലു ദാലിക ലാ സുഖദിഹി വഗായതി ഖൗഫിഹി, മഹാന്റെ അങ്ങേയറ്റത്തെ പേടി, പ്രപഞ്ചത്യാഗത്തിന്റെ ഗൗരവം അതെങ്ങനെ അറിയിക്കുന്നു നോക്കൂ. വലാ യഅ്സു ആദൽ ഖൗഫു വസുഹുദു, ഈ പേടിയും ഈ പ്രപഞ്ചത്യാഗവും വെടിയലൊക്കെ ഉണ്ടാവൂലല്ലോ. ഇല്ലാ മിൻ മഅരിഫത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലയെ കുറിച്ച് അറിയുന്നവനാരോ അവന്റെ ഭാഗസ്ഥത ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഇതിന് കഴിയുകയില്ലല്ലോ എന്നാ. കാരണം ഫഇന്നഹു, നിശ്ചയമായിട്ടും വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹു തആലാന്റെ അടിയങ്ങളിൽ നിന്ന് അള്ളാഹനെ ഭയപ്പെടുക പണ്ഡിതന്മാർ മാത്രമാണ്. അപ്പൊ ഉഖ്റവിയ പണ്ഡിതന്മാരല്ലേ, അവരാണ് ഈ ഭയപ്പെട്ട ആളുകൾ. വലം യസ്തദിർ ശാഫിഈ റഹിമഹുല്ലാഹു തആല ഹാദൽ ഖൗഫ വസ്സുഹദ, ഈ പേടി ഭയൊന്നും ഈ പ്രപഞ്ചത്യാഗമൊന്നും ഇമാം ഷാഫി തങ്ങൾ നേടിയെടുത്തിട്ടില്ല. മിൻ ഇൽമി കിതാബി സലമി വൽ ഇജാറത്തി വസാരി കുതുബിൽ ഫിഖ്ഹി, സലമിനെ പറ്റി പറയുന്ന ഗ്രന്ഥമുണ്ട്, വാടക കൊടുക്കുന്നതിനെ പറ്റി പറയുന്ന കിതാബുണ്ട്, മറ്റു പല ഫിഖ്ഹിന്റെ ചർച്ചയുള്ള കിതാബുകളുണ്ട്. അതിലൊന്നുമല്ല മഹാനവറുകൾ ഇത് നേടിയെടുത്തത്. ബൽ ഹുവ മിൻ ഉലൂമിൽ ആഖിറത്തി, പിന്നെയോ ഇത് ഉഖ്റവിയായിരിക്കുന്ന വിജ്ഞാനത്തിൽ നേടിയെടുത്തതാ. എങ്ങനത്തത്? അൽ മുസ്തഖ്റജത്തി മിനൽ ഖുർആനി വൽ അഖ്ബാർ, ഹദീസുകളിലും ഖുർആനുകളിലും വിശദീകരിക്കപ്പെട്ട അതിൽ നിന്ന് കിട്ടി മനസ്സിലാക്കിയതായിരിക്കുന്ന ഉഖ്റവിയ വിജ്ഞാനം, അതിൽ നിന്നാണ് മൂപ്പരത് മനസ്സിലാക്കിയെടുത്തത്. അപ്പൊ മൂപ്പര് ലാഹിരിയ പണ്ഡിതനുമാണ്, ഉഖ്റവിയ പണ്ഡിതനുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഹക്കമൽ അവ്വലീന ഇത് ഹിക്കമുൽ അവ്വലീന വൽ ആഖിരീന മൂദഅത്തുൻ ബിഹിമ, കാരണം ഖുർആനിലും ഹദീസിലും അവസാനത്തവരുടെയും കഴിഞ്ഞുപോയവരുടെയും എല്ലാവരുടെയും വിവരങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അതിനെടുത്തതെന്ന് പറയാൻ കാരണം. അപ്പൊ നല്ല സുഹൃത്തുള്ള ആളാണ്, നല്ല പേടിയുള്ള ആളെന്ന് മനസ്സിലായല്ലോ. അമ്മ കൗനു ആലിമുൻ ബി അസ്റാർ ഖൽബി വ ഉലൂമിൽ ആഖിറത്തി, മഹാനവറുകൾ ഉഖ്റവിയായിരിക്കുന്ന വിജ്ഞാനങ്ങളെ കൊണ്ട് കൽബിന്റെ അകത്തളത്തിൽ ഒളിഞ്ഞു കളക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അത്തരം രഹസ്യങ്ങളെ കൊണ്ട് നല്ലോണം അറിയുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പൊ താരിഫുഹു, അത് മിനൽ ഹിക്കമിൽ മൻസൂറത്തി അൻഹു,
അത് മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അത്തരം വിജ്ഞാനങ്ങളിൽ നിന്ന് നിനക്കത് മനസ്സിലാക്കാൻ കഴിയും ഇമാം ഷാഫിഈ തങ്ങളെ. ചിലത് പറഞ്ഞു തരാം. റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. എന്ത്? അന്നഹു സുഇല അനിർ റിയാഇ, മഹാനവറുകളോട് അഥവാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് റിയാ, ലോകമാന്യത, ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ഫഖാല അൽ ബദീഗത്ത്, വേഗത്തിൽ മഹാൻ ഉത്തരം പറഞ്ഞു, അർറിയാഉ ഫിത്നത്തുൻ, റിയാ എന്ന് പറഞ്ഞാൽ അത് നാശമാണ്. അഖദഹൽ ഹവാ, മനുഷ്യന്റെ ഇച്ഛ, ആ ഇച്ഛ അതിനെ കെട്ടിവെച്ചിരിക്കുന്നു. എവിടെ? ഹിയാല അബ്സാരി ഖുലൂബിൽ ഉലമാ, പണ്ഡിതന്മാരുടെ ഹൃദയങ്ങളുടെ ഉൾക്കാഴ്ചയുടെ നേരെ ഈ പറയുന്ന റിയാ എന്ന് പറയുന്ന ഫിത്നയെ കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഫനദറു ഇലൈഹ, പോലെ ആ ഫിത്നയാകുന്ന റിയായിലേക്ക് ഇങ്ങനെ നോക്കി. അങ്ങനെ ബിസൂഖി ഇഖ്തിയാരി നുഫൂസി, മനസ്സിന്റെ അകത്തളത്തിൽ കിടക്കുന്ന ദുഷിച്ചതായിരിക്കുന്ന ചിന്തകളെ കൊണ്ടാണ് നോക്കിയത്. അങ്ങനെ അഹ്ബത്തത്ത് അഅ്മാലുഹും, അവർ ചെയ്ത കർമ്മങ്ങളൊക്കെ അതങ്ങോട്ട് എന്താക്കുകയും ചെയ്തു, പൊളിച്ചു വിടുകയും ചെയ്തു. ഇതാപ്പ ഉണ്ടായത്. ഇങ്ങനെയുള്ള വലിയൊരു ഫിത്നയാണ് റിയാ. അപ്പൊ ആ റിയാ അമലുകൾ പൊളിച്ചു കളയുന്നതാണ്. പണ്ഡിതന്മാരുടെ ഹൃദയത്തിന്റെ അകങ്കാഴ്ചക്ക് നേരെ കെട്ടിവെച്ചൊരു വലിയ ഫിത്നയാണ് ഇത്. ആ ഫിത്ന ഉള്ളത് കൊണ്ട് അമലൊക്കെ പൊളിഞ്ഞുപോയി. ഇതാണ് റിയാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വിജ്ഞാനം നോക്കൂ. അതല്ലേ ഇവരെ പറഞ്ഞത്. വഖാല ശാഫിഈ റഹിമഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, ഇദാ അൻത ഖിഫ്ത അല അമലിക്കൽ ഉജ്ബ, ഉൾനടിനം, ഞാൻ എന്നുള്ള നടിനം വരുമല്ലോ, അത് നിന്റെ അമലിന്റെ മേൽ നിനക്ക് പേടിയുണ്ടെങ്കിൽ എന്നാ പിന്നെ ഫൻദുർ ബിള മൻ തത്ലബു, നീ ആരെയാണ് തേടുന്നത്, ആ തേടുന്ന ആളുടെ പൊരുത്തം നീ നോക്കിക്കോ. ഒബി ഐ സവാബിൻ തുർഹബു, നീ ഏതൊരു പ്രതിഫലത്തിലാണ് ആഗ്രഹിക്കുന്നത്. ഒബിൻ ഐ ഇഖാബിൻ തുർഹബു, നീ ഏതൊരു ശിക്ഷയിലാണ് ഭയപ്പെടുന്നത്. ഐ ആഫിയത്തിൻ തസ്കുറു, നീ ഏതൊരു സുഖത്തിലാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. ഐ ബലാഇൻ, ഏതൊരു മുസീബത്തിലാണ് തദ്കുറു, നീ ഓർക്കുന്നത്. ഇതൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെയുള്ളതായിരിക്കുന്ന സംഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ പറയട്ടെ, ഇദാ തഫക്കർത ബിവാഹിദത്തിൻ മിൻ ഹാദിൽ ഖിസാൽ, ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ നീ ചിന്തിക്കുകയാണ് എങ്കിൽ സൗറബി ഐനിക അമലുക, അപ്പൊ നിന്റെ കൺകാഴ്ചയിൽ തന്നെ നിനക്ക് ബോധ്യമാകും നിന്റെ അമല് തുച്ഛമാണ് എന്ന്. ഇത് ഞാൻ വലിയൊരു അമല് ചെയ്യുന്ന ആളാണെന്ന് തോന്നിപ്പോൾ എന്തുകൊണ്ടാ? ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ്. പേടിയും ആഗ്രഹങ്ങളും അള്ളാഹുവിനെയും ശുക്രിനെയും തദക്കുറൊക്കെ ഉണ്ടെങ്കിൽ നീ ചെയ്യുന്ന അമലൊക്കെ എത്രയോ കുറവാണ് തോന്നി അറിയാൻ കഴിയും. അതുകൊണ്ട് ഫൻദുർ, സഹോദരൻ നോക്കിക്കോ, കൈഫ ദക്കറ ഹഖീഖത്തൽ റിയാഇ, എങ്ങനെയാണ് റിയാഇന്റെ ഹഖീഖത്ത് നീ പറഞ്ഞ മഹാൻ പറഞ്ഞത്. ആ റിയാന്റെ ഹഖീഖത്ത് എങ്ങനെയാണ് ഇവർ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഇലാദൽ ഉജ്ബ്, ആ ഉജ്ബിന്റെ ശിക്ഷ അല്ല ചികിത്സ, അത് എങ്ങനെയാണ് ഒന്ന് ഓർത്ത് നോക്കാം. വഹുമാ മിൻ കിബാരി ആഫാത്തിൽ ഖൽബ്, ഈ പറയുന്ന രണ്ടും ഖൽബിന്റെ വലിയ ദിഫത്തിൽപ്പെട്ട ഒന്നല്ലേ. ഈ റിയാവും അതിന്റെ ചികിത്സ, ഉജ്ബ് എന്ന് പറഞ്ഞ ചികിത്സ വല്ലാത്തൊരു അപകടം പിടിച്ച സംഗതിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ സംഗതി നടക്കും എന്നാണ് മഹാൻ പറഞ്ഞതിനർത്ഥം. ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മല്ലം യസുൻ നഫ്സഹു, തന്റെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കാക്കാത്തവൻ, ലൻ യൻഫഉഹു ഇൽമുഹു, അവന്റെ ഇൽമ് അവന് ഉപകരിക്കൂല. മനസ്സിനെയും ശരീരത്തെയും കാക്കാത്തവന് അവന്റെ ഇൽമുടെ എന്താ ഫലം? ഇൽമു ഉപകരിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തെ അവൻ കാത്തുകൊള്ളണം, അപ്പോഴേ ഇൽമു ഉപകരിക്കുള്ളൂ. വഖാല റഹിമഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, മൻ അതാ അല്ലാഹു തആല ബിൽ ഇൽമി നഫഅഹു സിർറഹു, അവൻ ഇൽമു ഉണ്ടെങ്കിൽ ആ ഇൽമനുസരിച്ച് അള്ളാഹ്ക്ക് വഴിപ്പെടുകയാണെങ്കിൽ അതിന്റെ രഹസ്യം എന്താണോ ആ രഹസ്യം അള്ളാഹു തആല ഉപകാരം ചെയ്യും. അവ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മഹാൻ സിറ പറയും. ഈ സിറ എന്തുകൊണ്ട് കിട്ടി? മഹാന് ഉഖ്റവിയായി പണ്ഡിതനായത് കൊണ്ടല്ലേ. വഖാല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു,
മാമിൻ അഹദിൻ ഇല്ലാലഹു മുഹിബ്ബുൻ വ മുബ്ഗിദുൻ. ഏതൊരാൾക്കും ഇഷ്ടക്കാരനുണ്ട്, അനിഷ്ടക്കാരനുമുണ്ട്. അപ്പൊ ഇതാക്കാന കദാലിക, അനിഷ്ടക്കാരനും ഇഷ്ടക്കാരനും ഉണ്ടെങ്കിൽ ഫക്കുൻ മാ അഹ്ലി ത്വാഅത്തില്ലാഹി അസ്സ വജല്ല, അപ്പൊ നിനക്ക് ഏറ്റവും നല്ലത് എന്താവാനാ നല്ലതറിയോ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓലെ കൂടെ കൂടിക്കോ, അതാണ് നല്ലത് എന്നർത്ഥം. ഒറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന അബ്ദുൽ ഖാഹിർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആള് കാന റജുലൻ സ്വാലിഹൻ വരിഅ, നല്ല മനുഷ്യനായിരുന്നു, സൂക്ഷ്മശാലിയായിരുന്നു, അങ്ങനെ സൂക്ഷ്മതയുള്ള മനുഷ്യനായിരുന്നു. എന്നിട്ടും ഇമാം ഷാഫിഈ തങ്ങളോട് ഈ മഹാൻ ചോദിക്കുമായിരുന്നു, വറയിൽ വരുന്ന എന്തെല്ലാം മസാലകളുണ്ടോ അതിനെ കുറിച്ചെല്ലാം ചോദിക്കുമായിരുന്നു. ഇമാം ഷാഫിഈ തങ്ങൾ യുഖ്ബിലു അലൈഹി ലിവറഇഹി, അദ്ദേഹം നല്ല വറയുള്ള മനസ്സിലായതുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ വറവോടുകൂടി അദ്ദേഹത്തിനോട് നേരിടുമായിരുന്നു ഇമാം ഷാഫിഈ തങ്ങൾ. ഇതാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ, മഹാനവറുകളുടെ ചിന്തകൾ, ആലോചനകൾ, മനസ്സിന്റെ അകത്തളത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ. അത് പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അള്ളാഹിനോർത്ത് ജീവിച്ചു, ആഖിറത്തിനോർത്ത് ജീവിച്ചു, അതുകൊണ്ട് തന്നെയാണ്. വഖാല ലിശ്ശാഫിഈ യൗമൻ, ഒരു ദിവസം ഇമാം ഷാഫിഈ തങ്ങളോട് ഒരു ചോദ്യകർത്താവ് ചോദിച്ചു, അയ്യുഹ അഫ്ളലു, ഏതാണ് ഇപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായത്? പലതുണ്ടല്ലോ, ഇതിലേതാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മറുപടി അസ്സബുറു ആദ്യം പറഞ്ഞു, ക്ഷമ. അവിൽ മിഹിനത്തു, അല്ല ചോദ്യതാണ്, ചോദ്യം കഴിഞ്ഞിട്ടില്ല. അസ്സബുറു ക്ഷമയാണോ, അവിൽ മിഹിനത്തു പരീക്ഷണമാണോ, അവിത്തംകീന് സൗകര്യം ചെയ്തു കൊടുക്കലാണോ? ഇതിൽ ഏതാണ് അഫ്ളലായത് എന്ന് ചോദിച്ചു. ഫഖാല ശാഫിഈ റഹിമഹുല്ലാഹു തആല, അതിനുടൻ ഇമാം ഷാഫിഈ തങ്ങൾ കൊടുത്ത മറുപടി അത്തംകീനോ, സൗകര്യം ചെയ്തു കൊടുക്കലാണ്, തംകീൻ ചെയ്തു കൊടുക്കണം, അതാണ് അഫ്ളൽ. ഈ തംകീന് ദറജത്തുൽ അംബിയായി, അംബിയാക്കളുടെ സ്റ്റാൻഡേർഡാണ്. വലാ യകൂനു തംകീനു, യത്രത്തിൽ ഈ തംകീൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുമല്ലോ, ഇല്ലാ ബഅദൽ മിഹിനത്തി, പരീക്ഷണം നടത്തണം, പരീക്ഷിക്കുമ്പോഴേ തംകീൻ ഉണ്ടാവുള്ളൂ. തംകീൻ അംബിയാക്കളുടെ സ്റ്റാൻഡേർഡാണ്. അപ്പൊ വൈദം തുഹിന, ഒരു മനുഷ്യനെ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫൈദ സ്വബറ, അവൻ ക്ഷമയുള്ളവനായി കഴിഞ്ഞാൽ മക്കന, അവൻ സൗകര്യമുള്ളവനായി. അപ്പൊ പരീക്ഷിക്കുമ്പോൾ ക്ഷമ വന്നു, ക്ഷമ വരുമ്പോ നല്ല സൗകര്യം ഉണ്ടാവും, മത്സരമായി ബന്ധപ്പെടാനൊക്കെ അർത്ഥം. അല തറ, അനക്ക് കണ്ടൂടെ, അന്നല്ലാഹു അസ്സ വജല്ല, നിശ്ചയമായിട്ടും അല്ലാഹു തആല ഇംതഹന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നല്ലോണം പരീക്ഷിച്ചു. സുമ്മ മക്കനഹു, എന്നിട്ട് പിന്നെ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ. അപ്പൊ ആദ്യം പരീക്ഷണം, അതിൽ വിജയിക്കണം, വിജയിച്ചാൽ പിന്നെ വേണ്ട സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന അർത്ഥം. ഫംതഹന മൂസ അലൈഹിസ്സലാം സുമ്മ മക്കനഹു, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചില്ലേ, പിന്നെ സൗകര്യങ്ങൾ പലതും ചെയ്തു കൊടുത്തില്ലേ. ഫംതഹന അയ്യൂബ് അലൈഹിസ്സലാം സുമ്മ മക്കനഹു, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചു, പിന്നെ വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. ഫംതഹന സുലൈമാൻ അലൈഹിസ്സലാം സുമ്മ മക്കനഹു വഅതാഹു മലിക, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചു, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, വീണ്ടും മഹാനവറുകൾക്ക് അധികാരം കിട്ടി. തംകീനു, അങ്ങനെ കൂട്ടുമ്പോൾ തംകീന് അഫ്ളൽ ദറജാത്തി, സ്റ്റാൻഡേർഡുകളിൽ ഉന്നതമായ പദവി തംകീനാണ്. അല്ലാഹു അസ്സ വജല്ല വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പറയുന്നു, അല്ലാഹ് മക്കന്നാ ലിയൂസുഫ ഫിൽ അർള്, ഭൂമിലോകത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു. കണ്ടോ? അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം ആണെങ്കിലോ ബഅദൽ മിഹ്നത്തിൽ അലീമ, വലിയതായ ഒരു പരീക്ഷണം നേരിട്ട മഹാനാണ്. ആ വലിയ പരീക്ഷണത്തിന് ശേഷം മഹാനവറുകൾ മക്കന അല്ലാഹു വേണ്ടതുപോലെ സൗകര്യം ചെയ്തു കൊടുത്തു മഹാനവറുകൾക്ക്. അല്ലാഹു തആല അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വആതീനാഹു അഹ്ലഹു വമിസ്ലഹു മഅഹും, നമ്മൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ വീടിനെ തിരിച്ചു കൊടുത്തു, അവരെ കൂടെയുള്ളത് അതുപോലത്തെ ഒക്കെ കൊടുത്തു. അപ്പൊ സൗകര്യം കിട്ടിയില്ലേ. ഫഹാദൽ കലാം മിന ശാഫിഈ റഹിമഹുല്ലാഹു തആല, അപ്പോൾ ഇമാം ഷാഫിഈ തങ്ങളുടെ വാക്കാണ് ഇതെല്ലാം. ഇത് യദുല്ലു അറിയിക്കുന്നുണ്ടല്ലോ അലാ തവഖുരി ബി അസ്റാൽ ഖുർആനി,
വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ സിറുകളിൽ മഹാനവറുകൾ സമുദ്രമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ അള്ളാഹുവിലേക്ക് അണഞ്ഞുകൂടുന്ന മറ്റുള്ളവരുടെ സ്റ്റാൻഡേർഡിന്റെ മേൽ എന്താണെന്നറിയുമ്പോ മഹാനവർക്ക് നല്ല വെളിപ്പാടുണ്ട് എന്നിന്റെ പേരിലും അറിയിക്കുന്നുണ്ടല്ലോ ഇത്. അമ്പിയാക്കൾ ഔലിയാക്കൾ ഇവരാണൊക്കെ. കൊല്ലുകാലിക്കായ പറഞ്ഞ മുഴുവനും മിൻ ഉലൂമിൽ ആഖിറത്തി അത് ഉഖ്റവിയായിരിക്കുന്ന വിജ്ഞാനപ്പെട്ടതാകുന്നു.